Hello students, welcome to this channel. Today we are going to discuss the topic about subgroup. So already we have learned the topic about group. So this is the 8th video and this is the topic based on subgroup. So based on that, first we'll be learning the definition, then we move on to a problem. So first the definition of a subgroup is, first of all we should contain a set. ആദ്യം നമുക്ക് ഇതിൻ്റെ ഡെഫിനിഷൻ നോക്കാം, എന്നിട്ട് അതിൻ്റെ പ്രോബ്ലംസ് നോക്കാം. So when we look on to the definition, let G comma star be a group and H be a non-empty subset of G. So first of all, G is considered with respect to a binary operation star as a group, and also we consider a non-empty subset. So H be a non-empty subset of G, and if H comma star with along with the same binary operation, അതേ ബൈനറി ഓപ്പറേഷനിൽ വേറൊരു സബ്സെറ്റ് എടുക്കുമ്പോൾ ആ സബ്സെറ്റും ഗ്രൂപ്പിൻ്റെ എല്ലാ കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്യുവാണെങ്കിൽ we can say that it is called as a subgroup of G comma star. So here G ഒരു ഗ്രൂപ്പായിട്ട് നമ്മൾ എടുക്കണം വിത്ത് റെസ്പെക്ട് ടു ദ ബൈനറി ഓപ്പറേഷൻ. H അതിൽ നിന്ന് തന്നെ നമ്മൾ സെലക്ട് ചെയ്തെടുക്കുന്ന ഒരു നോൺ എംപ്റ്റി സബ്സെറ്റ് ആയിരിക്കണം. ഇനി ആ H കൊമ സ്റ്റാർ ഇറ്റ് സെൽഫ് ഈസ് എ ഗ്രൂപ്പ്, ദെൻ H കൊമ സ്റ്റാർ ഇസ് കോൾഡ് എ സബ് ഗ്രൂപ്പ്. അപ്പോൾ ഇറ്റ് സെൽഫ് ഒരു ഗ്രൂപ്പ് ആണെങ്കിൽ നമ്മൾ സബ് ഗ്രൂപ്പ് എന്ന് പറയും. മെയിനായിട്ട് H ഒരു സബ് ഗ്രൂപ്പ് ആവണമെങ്കിൽ, അതായത് ഇൻ അതർ വേർഡ്സ് ഇഫ് H ഇസ് എ സബ്സെറ്റ് ഓഫ് എ ഗ്രൂപ്പ് G, H ജിയുടെ ഒരു സബ്സെറ്റ് ആവണമെങ്കിൽ മെയിനായിട്ട് 3 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. ഒരെണ്ണം ക്ലോഷർ ആയിരിക്കണം, രണ്ടാമത് ഐഡൻറ്റിറ്റി ഉണ്ടാവണം, മൂന്നാമത് ഇൻവേഴ്സ് എക്സിസ്റ്റ് ആവണം. അപ്പോൾ ഇതിൽ 3 കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യണം. സോ ഫസ്റ്റ് ഓഫ് ഓൾ H is a subset of G means it should satisfy 3 conditions. First one is identity, and the next one is closure, and next one is inverse. So all these 3 conditions has to be mainly satisfied. So if H is a subset of a group G, H G യുടെ ഒരു സബ്സെറ്റ് ആണെങ്കിൽ closure, inverse, identity, we doesn't bother about the associative property. So ജിയുടെ ഒരു സബ്സെറ്റ് ആണെങ്കിൽ ഇത് മൂന്നും ഷുവറായിട്ട് അതിലുണ്ടാവണം. ഇനി അതേ H ഒരു ഗ്രൂപ്പിൻ്റെ കണ്ടീഷൻ എല്ലാം സാറ്റിസ്ഫൈ ചെയ്യുവാണെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് H ഇസ് എ സബ് ഗ്രൂപ്പ്. H ഒരു സബ്സെറ്റ് ആണെങ്കിൽ അതിൽ ഈ 3 കണ്ടീഷൻസും സാറ്റിസ്ഫൈഡ് ആയിരിക്കണം. ഇനി അത് ഒരു ഗ്രൂപ്പിൻ്റെ കണ്ടീഷൻസ് എല്ലാം സാറ്റിസ്ഫൈ ചെയ്താൽ then it is called a subgroup. Let us move on to an example. So first example is, let G equal to 1 minus 1 I minus I be a set with respect to the binary operation dot. Dot means multiplication. Prove that G comma dot is a group. Next one, let H equal to 1 minus 1 be a subset of G, and we have to show that H comma dot is also a group. അതാണ് നമ്മളിപ്പോൾ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഫസ്റ്റ് കേസ്, അതായത് ഫസ്റ്റ് മെത്തേഡ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഇതിൽ ഫസ്റ്റ് നമുക്ക് വേണ്ടത് കോമ്പോസിഷൻ ടേബിൾ. വി നീഡ് ടു ഫസ്റ്റ് ഫൈൻഡ് ഔട്ട് ദ കോമ്പോസിഷൻ ടേബിൾ. സോ ദ കോമ്പോസിഷൻ ടേബിൾ ഇസ്, ഫസ്റ്റ് ഓഫ് ഓൾ ഐ ഹാവ് ടു റൈറ്റ് ഓൾ ദ എലമെൻറ്റ്സ് ഇൻ റോ വൈസ് ആൻഡ് കോളം വൈസ്. റോ വൈസും കോളം വൈസും എഴുതണം. എഴുതിയതിന് ശേഷം ഈ ബൈനറി ഓപ്പറേഷൻ മൾട്ടിപ്ലിക്കേഷൻ ആണല്ലോ, അപ്പോൾ വിത്ത് റെസ്പെക്ട് ടു ദാറ്റ് നമ്മൾ ഈ ടേബിൾ വാല്യൂസ് എല്ലാം കൺസ്ട്രക്ട് ചെയ്യണം. അപ്പോൾ 1 ഇൻറ്റു ഓൾ ദ 4 എലമെൻറ്റ്സ്, ഈ 4 എലമെൻറ്റ്സ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്തായിരിക്കും? സെയിം എലമെൻ്റ് ആയിരിക്കും വരിക. സിമിലർലി കോളം വൈസ് 1 ഇൻറ്റു മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അതേ ആൻസർ തന്നെ വരും. ഇനി നമുക്ക് അടുത്ത എലമെൻറ്റ്സ് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതാം. -1 ഇൻറ്റു -1 എന്താണ്? ഇറ്റ് ഈസ് +1. ദെൻ -1 ഇൻറ്റു I ഇസ് -I. ദെൻ നെക്സ്റ്റ് വൺ ഇസ് +I. ഇനി അടുത്ത് I ഇൻറ്റു 1 I. അടുത്തത് I ഇൻറ്റു -I ഇസ് -I. I സ്ക്വയർ, അവിടെ ഇസ് I സ്ക്വയർ വാല്യൂ ഇറ്റ് ഈസ് ഈക്വൽ ടു -1. സോ ഇവിടെ -1. ദെൻ I ഇൻറ്റു -I. സോ I ഇൻറ്റു -I ആവുമ്പോൾ എന്താ? -I സ്ക്വയർ, ദാറ്റ് ഈസ് ഈക്വൽ ടു -I സ്ക്വയർ വാല്യൂ എന്താണ്? -1, ദാറ്റ് ഈസ് ഈക്വൽ ടു +1. അപ്പോൾ ഇവിടെ +1 വരുന്നുണ്ട്. ഇനി -I ഇൻറ്റു 1 -I, -I ഇൻറ്റു -1 എന്താണ്? +I. ദെൻ -1 ഇൻറ്റു -I ഇൻറ്റു -I ആകുമ്പോൾ -I സ്ക്വയർ, -I സ്ക്വയർ വാല്യൂ ഇവിടെ എന്താണ്? +1. ദെൻ നെക്സ്റ്റ് വൺ
minus I into minus I, that is equal to plus I square, that is equal to minus 1. So here minus 1. See, this composition table we have given 4 elements. What are the 4 elements? The 4 elements are 1, minus 1, I and minus I. These are the 4 elements. So here see, inside the composition table elements, ഇതിനകത്ത് വരുന്ന എലമെൻറ്റ്സ് എല്ലാം ഈ 4 എലമെൻറ്റ്സ് തന്നെ അല്ലേ റിപ്പീറ്റ് ചെയ്ത് വന്നിരിക്കുന്നത്? അല്ലാണ്ട് ഈ 4 എലമെൻറ്റ്സ് അല്ലാതെ വേറൊരു പുതിയ എലമെൻറ്റ് ഇവിടെ വന്നിട്ടില്ല. അതുകൊണ്ട് ഈ എലമെൻറ്റ് വിട്ട് വേറൊരു എലമെൻറ്റ് ഇതിൽ വന്നിട്ടില്ല എന്നുള്ളത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അവിടെ ക്ലോഷർ പ്രോപ്പർട്ടി ട്രൂ ആണ്. അതായത് ക്ലോഷർ പ്രോപ്പർട്ടി എന്താണ്? First of all, let A, B belongs to G ആണെങ്കിൽ A star B also belongs to G. അതായത് ജിയിൽ നിന്ന് 2 എലമെൻറ്റ്സ് എടുക്കുമ്പോൾ ആ 2 എലമെൻറ്റ്സിന് അവിടെ തന്നിരിക്കുന്ന ബൈനറി ഓപ്പറേഷൻ നമ്മൾ കൊടുത്താൽ ആ ബൈനറി ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് വരുന്ന ആൻസർ എന്ന് പറയുന്ന ആ എലമെൻറ്റ് ആ സെറ്റിനകത്തുള്ള എലമെൻ്റ് ആയിരിക്കണം. നമ്മളിവിടെ ബൈനറി ഓപ്പറേഷൻ ഡോട്ടാണ്. അപ്പോൾ ആ ഡോട്ടിൻ്റെ ഓപ്പറേഷൻ കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് വരുന്ന ആൻസർ എന്ന് പറയുന്നത് വീണ്ടും ഇതേ സെറ്റിനകത്ത് ഉള്ള എലമെൻറ്റ്സ് തന്നെയാണ് വരുന്നത്. അല്ലാണ്ട് ഈ 4 അല്ലാതെ പുതിയൊരു എലമെൻറ്റ് വന്നിട്ടില്ല. അപ്പോൾ നമുക്ക് എന്താ എഴുതാൻ പറ്റുക? ഓൾ ദ എലമെൻറ്റ്സ് ഇൻ ദ ടേബിൾ, കോമ്പോസിഷൻ ടേബിൾ ബിലോങ്സ് ടു ദ സെറ്റ് ജി. ബിക്കോസ് ജിയിൽ എന്തൊക്കെയാണ് വരുന്നത്? 1, minus 1, I and minus I. These are the 4 elements. Now, therefore, the closure property is true. നെക്സ്റ്റ് വൺ ഇസ് അസോസിയേറ്റീവ് പ്രോപ്പർട്ടി. ഞാൻ അല്ലാണ്ട് തന്നെ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, മൾട്ടിപ്ലിക്കേഷൻ ഈസ് ഓൾവേസ് അസോസിയേറ്റീവ്. അസോസിയേറ്റീവ് പ്രോപ്പർട്ടിക്ക് നമ്മൾ കാൽക്കുലേഷൻ ചെയ്യേണ്ട. മൾട്ടിപ്ലിക്കേഷൻ എന്താണ്? എ ഇൻറ്റു ബി ഇൻറ്റു സി ഇസ് ഈക്വൽ ടു എ ഇൻറ്റു ബി ഇൻറ്റു സി. ഫോർ ഓൾ എ ബി C belongs to the set G. So with respect to binary operation ഈ കണ്ടീഷൻ എപ്പോഴും അവിടെ ട്രൂ ആയിരിക്കും. സോ എപ്പോഴും നമുക്ക് അത് കാൽക്കുലേറ്റ് ചെയ്യണമെന്നില്ല, നമുക്ക് തന്നെ എഴുതാം മൾട്ടിപ്ലിക്കേഷൻ ഇസ് അസോസിയേറ്റീവ്. നെക്സ്റ്റ് വൺ, ഐഡൻറ്റിറ്റി എലമെൻറ്റ്. സോ വിച്ച് ഇസ് ദ മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡൻറ്റിറ്റി എലമെൻറ്റ്? ഓൾവേസ് റിമെമ്പർ ദാറ്റ് മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡൻറ്റിറ്റി എലമെൻറ്റ് ഇസ് 1 ആൻഡ് ദ അഡിറ്റീവ് ഐഡൻറ്റിറ്റി എലമെൻറ്റ് ഇസ് ഓൾസോ 0. അതെപ്പോഴും മറക്കരുത്. സോ E equal to 1 is the multiplicative identity element. What is the condition for identity? A dot E equal to E dot A equal to 1. So this is the condition here. Suppose A E equal to 1 means what do you get here? A dot 1 equal to 1 dot A equal to A. You should get the answer A. So now let us move on to the table. See the table in row wise and column wise. When you cross check the values, you will get 1 into 1 equal to 1, 1 into minus 1 equal to 1, 1 into I equal to 1, and 1 into minus I equal to minus I. Similarly, column wise also you can cross check the values. So when you cross check all the column wise elements also, you will get the same property is true. അതായത് ഈ പ്രോപ്പർട്ടി എല്ലാം നമ്മൾ ഈ ടേബിളിനകത്തുള്ള എലമെൻറ്റ്സ് നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. സി ഹിയർ, ഈ 2 കോളംസ്, അതായത് റോ വൈസ് ഉള്ള ഫസ്റ്റ് കോളം, അതായത് ഈ 2 കോളംസ് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഐഡൻറ്റിറ്റി പ്രോപ്പർട്ടി ഇവിടെ ട്രൂ ആണ്. അപ്പോൾ ആരാണ് ഐഡൻറ്റിറ്റി എലമെൻറ്റ്? ഇവിടെ 1 ആണ് ഐഡൻറ്റിറ്റി എലമെൻറ്റ്. കാരണം 1ൻ്റെ കൂടെ മാത്രമേ മൾട്ടിപ്ലൈ ചെയ്താൽ അതേ എലമെൻറ്റ് വരത്തുള്ളൂ, വേറെ ഒരു എലമെൻറ്റിൻ്റെ കൂടെയും വരത്തില്ല. നൗ ഇൻവേഴ്സ് ആകുമ്പോൾ നമുക്ക് ആദ്യം 2 എലമെൻറ്റ് എടുക്കാം. അപ്പോൾ ഏതൊക്കെയാണ്? ലെറ്റ് എ ബി ബിലോങ്സ് ടു ജി എങ്കിൽ എ star B equal to B star A equal to E which belongs to G. That means നമ്മുടെ കണ്ടീഷൻ ഇവിടെ എന്താണ്? E is also equal to 1 which belongs to G. So therefore A star B equal to B star A equal to, അപ്പം നമുക്കിവിടെ A dot B equal to B dot A equal to 1. This is the condition here where A B belongs to G. Similarly 1 also belongs to G. അപ്പോൾ നമുക്ക് ആദ്യം ഈ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നത്, അതായത് ഇത് നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യുന്ന പ്രോപ്പർട്ടി ആ ടേബിളിനകത്തുണ്ടെങ്കിൽ we can say that B is the inverse of A or A is the inverse of B. നമുക്ക് ആദ്യം ആ ടേബിളിനകത്ത് നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് 1 വരുന്ന ടേബിൾ വാല്യൂസ് ഏതൊക്കെയാണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് റൗണ്ട് ചെയ്യാം. 1 വരുന്ന എലമെൻറ്റ് ഏതൊക്കെയാണ്? സി അല്ലെ, റേസ് ദിസ് ഫസ്റ്റ്, നമുക്കിത് റേസ് ചെയ്ത് കളയാം. എന്നിട്ട് ഇപ്പം ഞാൻ 1 വരുന്നത് റൗണ്ട് ചെയ്യാം. റൗണ്ട് ചെയ്യുമ്പോൾ എന്താ വരിക? സോ ഐ ഗെറ്റ് ലൈക്ക് ദിസ്. 1 വരുന്നത് ഇവിടെ വരുന്നുണ്ട്, ഇവിടെ വരുന്നുണ്ട്, ഇവിടെ വരുന്നുണ്ട്,
ഇവിടെ വരുന്നുണ്ട്. ഇപ്പോൾ ഈ 4 ടേംസിനെ ഞാനിവിടെ ഇങ്ങനെ എടുത്തിട്ട് ഇതാ ഇവിടെ എഴുതുമ്പോൾ എന്താ വരിക? 1 into 1 equal to 1. Similarly, 1 minus 1 into minus 1 equal to 1. I into minus I equal to 1. Minus I into I equal to 1. അപ്പോൾ ഇതിൽ ഈ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നത് ഏതെങ്കിലും ഉണ്ടോ എന്ന് നോക്കണം നമ്മൾ. 1 into 1 equal to 1, തിരിച്ചും 1 into 1 equal to 1. അപ്പോൾ 1 is the inverse of 1 തന്നെ. ഇനി -1 into -1 ആകുമ്പോൾ -1 into തിരിച്ചും -1 into -1 ഓൾസോ, ഇതും ഇവിടെ സാറ്റിസ്ഫൈ ചെയ്യും. പക്ഷേ a into b equal to b into a equal to 1 വരുന്ന ഇനിയൊരു പ്രോപ്പർട്ടി കൂടി ഇവിടെ കിടപ്പുണ്ട്. എന്താണ്? സോ ഇവിടെ വരുമ്പോൾ 1 is the inverse of 1 and -1 is the inverse of 1. So we can say that. But ഇവിടെ വരുമ്പോൾ ഇനി ഒരു പ്രോപ്പർട്ടി കൂടി നമുക്കിവിടെ കിടപ്പുണ്ട്. എന്താണ്? എന്തൊക്കെയാണ് വരുന്നത്? ഇവിടെ നോക്കിക്കേ. I into minus I equal to 1 minus I into I equal to 1. അപ്പോൾ ഇത് ഈ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നില്ലേ? a into b equal to b into a equal to 1. which means that inverse property ഇവിടെ ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് എങ്കിൽ എനിക്ക് എന്ത് പറയാം? b is the inverse of a or a is the inverse of b, so that my inverse property is true. So from this I can say that minus I is the inverse of I, isn't it? So or you can say that I is the inverse of minus I. So these properties are satisfied here. So here remember that here in this table closure, associative, identity and inverse has to be true. അപ്പോൾ ഇൻവേഴ്സ് പ്രോപ്പർട്ടി എടുക്കുമ്പോൾ നമുക്ക് ഈ കേസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന പ്രോപ്പർട്ടി വരുന്നത് ഏതാണെന്ന് നോക്കുക. അപ്പോൾ അതിൽ ഇൻവേഴ്സ് പ്രോപ്പർട്ടി ഇവിടെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. Therefore minus I is the inverse of I. Therefore hence we can say all the 4 properties are true. So therefore G comma dot is a group. So this is one of the condition. And what is the second question given here? ഇത് ആദ്യത്തെ ക്വസ്റ്റ്യൻ. രണ്ടാമത്തത് നമുക്ക് നോക്കാം. രണ്ടാമത്തത് എന്താണ് ചോദിച്ചിരിക്കുന്നത്? Let h equal to 1 minus 1 be a subset of G. Show that h is also a group. അതാണ് നമ്മുടെ കണ്ടീഷൻ ഇവിടെ. അപ്പോൾ നമുക്ക് അതും കൂടി ചെയ്യാം. h equal to എന്താണ്? 1, minus 1 is a subset of G to prove that h, dot is a group. അപ്പോൾ ഇവിടെയും നമ്മൾ ഇത് ഗ്രൂപ്പ് ആണെന്ന് സാറ്റിസ്ഫൈ ചെയ്താൽ, അതായത് നമുക്കിവിടെ കൊടുത്തിരിക്കുന്ന എന്താണ്? നമുക്ക് h is a subset of G ആണെങ്കിൽ മെയിനായിട്ട് 3 കണ്ടീഷൻ, സബ്സെറ്റ് ആണെങ്കിൽ 3 കണ്ടീഷൻ അവിടെ ട്രൂ ആയിരിക്കും. അതായത് ക്ലോഷർ, ഐഡൻറ്റിറ്റി, ഇൻവേഴ്സ് ട്രൂ ആയിരിക്കും. അപ്പോൾ നമുക്കിവിടെ ഞാനിവിടെ ജസ്റ്റ് ഒന്ന് ചെയ്തിട്ടുണ്ട്. ആ കാൽക്കുലേഷൻസ് ജസ്റ്റ് ഒന്നുകൂടെ റിപ്പീറ്റ്. പ്രൂവ് ദാറ്റ് ഇറ്റ് ഈസ് എ ഗ്രൂപ്പ് എന്ന് പറഞ്ഞിരിക്കുന്നുണ്ട്. ഞാൻ ആ പ്രോപ്പർട്ടി എല്ലാം ഇവിടെ ചെയ്തിട്ടുണ്ട്. സോ ക്ലോഷർ പ്രോപ്പർട്ടിയിൽ എന്താണ്? എ ബി ബിലോങ്സ് ടു എച്ച് ആണെങ്കിൽ എ ഡോട്ട് ബി ബിലോങ്സ് ടു എച്ച് ആയിരിക്കണം. അപ്പോൾ എയും ബി എന്ന് പറയുമ്പോൾ നമുക്കിവിടെ ആകെ 2 എലമെൻസേ ഉള്ളൂ. അപ്പോൾ ഞാൻ മറിച്ചും തിരിച്ചും ആ എലമെൻറ്റ്സ് തന്നെ ഇട്ട് നോക്കുവാണ്. 1 into 1 1, 1 into minus 1 minus 1, minus 1 into 1 minus 1, minus 1 into minus 1 equal to 1. എല്ലാ എലമെൻറ്റ്സും വീണ്ടും അതേ സെറ്റിലെ എലമെൻറ്റ്സ് തന്നെയല്ലേ വരുന്നത്? വിച്ച് ഗിവ്സ് ഓൾ ദ എലമെൻറ്റ്സ് വിച്ച് ആൻസർ നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നതെല്ലാം എച്ചിലെ എലമെൻറ്റ്സ് തന്നെ. അപ്പോൾ ക്ലോഷർ പ്രോപ്പർട്ടി ട്രൂ ആണല്ലോ? യെസ്. അനെ ആൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. സ്റ്റാർ എന്ന് പറയുന്നത് നമുക്കിവിടെ എന്താണ്? ഡോട്ടാണ്. ഡോട്ട് ഇസ് ഓൾവേസ് അസോസിയേറ്റ്. അപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ഇസ് ഓൾവേസ് അസോസിയേറ്റീവ്. നെക്സ്റ്റ് വൺ ഐഡൻറ്റിറ്റി. ഐഡൻറ്റിറ്റി ആകുമ്പോൾ അവിടെ എടുത്ത അതേ ഐഡൻറ്റിറ്റി എലമെൻറ്റ് തന്നെ ഇവിടെയും എടുക്കണം. നമ്മൾ എടുക്കുന്ന ഐഡൻറ്റിറ്റി എലമെൻറ്റ് എന്താണ്? അപ്പോൾ ഇ ഈക്വൽ ടു 1 ബിലോങ്സ് ടു എച്ച്. ഐഡൻറ്റിറ്റി പ്രോപ്പർട്ടി എന്താണ്? എ സ്റ്റാർ ഇ ഈക്വൽ ടു ഇ സ്റ്റാർ എ is equal to a. ഇതാണ് നമ്മുടെ ഐഡൻറ്റിറ്റി പ്രോപ്പർട്ടി. ഇവിടെ സ്റ്റാർ എന്ന് പറയുന്നത് മൾട്ടിപ്ലിക്കേഷൻ ആണ്. അപ്പോൾ എന്താ വരിക? എ ഡോട്ട് 1 ഈക്വൽ ടു 1 ഡോട്ട് എ ഈക്വൽ ടു എ ഫോർ ഓൾ എ ബിലോങ്സ് ടു എച്ച്. അപ്പോൾ എ ഈക്വൽ ടു 1 ആണ്. ഫസ്റ്റ് ആകെ ഈ സെറ്റിനകത്ത് വരുന്ന 2 എലമെൻറ്റ്സ് ആണ്. 1 ആൻഡ് ആദ്യത്തത് 1, അടുത്തത് -1. അപ്പോൾ എ ഈക്വൽ ടു 1 ആണെങ്കിൽ എന്തായിരിക്കും നമ്മുടെ ആൻസർ? 1 into 1 equal to 1 into 1. വീണ്ടും that is equal to 1 which belongs to h. a equal to -1 ആണെങ്കിലോ -1 into 1 equal to 1 into -1 equal to -1. That also again belongs to h. കാരണം a dot 1 equal to 1 dot a equal to a ആണ്. a ഇവിടെ ഞാൻ 1 എടുത്തപ്പോൾ എനിക്ക് a 1 വന്നു. a -1 എടുത്തപ്പോൾ ആൻസർ -1 വന്നു. So therefore identity property is true. Next I move on to the inverse property. What is the inverse property here?
AB belongs to H such that A dot B equal to B dot A equal to E ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ I can say that one element is the inverse of the other. So first of all, let me take the element, let A equal to 1. So therefore A equal to 1 means my function becomes, the term becomes 1 into B equal to B into 1 equal to E. E means it is equal to endana, already we have taken here the identity element is E equal to 1. So therefore here the value is equal to 1. So that means 1 into 1 equal to 1 into 1 equal to 1. A equal to 1 ഇടുമ്പോൾ വരുന്ന ആൻസർ. ഇനി അതിനുശേഷം അപ്പോൾ നമുക്ക് എന്താ പറയുക, ഇപ്പോൾ ബിക്ക് എന്ത് എലമെൻറ്റ് കൊടുത്താലായിരിക്കും നമുക്കിവിടെ 1 വരിക, അതായത് 1 ഇൻറ്റു ബി ഈക്വൽ ടു ബി ഇൻറ്റു 1 ഈക്വൽ ടു ഇ, ദാറ്റ് ഇസ് ഈക്വൽ ടു 1. ഇപ്പോൾ എനിക്ക് 1 വരണമെങ്കിൽ ഞാനിവിടെ ബിക്ക് എന്ത് എലമെൻറ്റ് കൊടുത്താലായിരിക്കും വരിക, നമ്മുടെ കയ്യിലിരിക്കുന്നത് ആകെ രണ്ട് എലമെൻറ്റ്സ് ആണ്, 1 ആൻഡ് -1. സോ ഇത് രണ്ടിൽ ഏതിട്ടാലായിരിക്കും ശരിയാവുക, 1 ഇട്ടാലേ വരത്തുള്ളൂ. അപ്പോൾ 1 ഇൻറ്റു 1, അപ്പോൾ ബിയും 1 ആയിരിക്കണം, ദാറ്റ് ഈസ് 1 ഇൻറ്റു 1 ഈക്വൽ ടു 1. സോ ദെയർഫോർ ഐ ക്യാൻ സേ ദാറ്റ് 1 ഇസ് ദ ഇൻവേഴ്സ് ഓഫ് 1, അതായത് ഇൻവേഴ്സ് ഇവിടെ എക്സിസ്റ്റ് ആവുന്നുണ്ട്. That means 1 is the inverse of 1. Next one, ഇനി A equal to ഞാൻ -1 എടുക്കുകയാണ്. -1 എടുക്കുമ്പോൾ എന്തായിരിക്കും വരിക, -1 ഇൻറ്റു ബി ഈക്വൽ ടു ബി ഇൻറ്റു -1 ഈക്വൽ ടു 1. അങ്ങനെയാണെങ്കിൽ എനിക്ക് ബിക്ക് സ്യൂട്ടബിളായിട്ട് ഒരു ഇൻവേഴ്സ് എലമെൻറ്റ് സെലക്ട് ചെയ്തേ, ആ എലമെൻ്റ് ആയിരിക്കണം ഇതിൽ ഞാൻ കൊടുക്കുമ്പോൾ എനിക്ക് വരുന്ന ഉത്തരം. അതായത് ബി ഈക്വൽ ടു 1 എന്ന എലമെൻറ്റ് ഞാൻ ഇവിടെ കൊടുക്കുവാണെങ്കിൽ ആ എലമെൻറ്റ് എന്തായിരിക്കണം, എനിക്ക് ഇവിടെ സാറ്റിസ്ഫൈ ചെയ്യണം. 1 കൊടുത്താൽ എനിക്കിവിടെ പ്രോപ്പർട്ടി ഈക്വൽ ടു 1 വരുന്നോ എന്ന് നോക്കണം. വരത്തില്ല, കാരണം ഞാനിവിടെ -1 ഇൻറ്റു ബിക്ക് 1 കൊടുത്താൽ എന്തായിരിക്കും വരിക, 1 ഈക്വൽ ടു 1 ഇൻറ്റു -1 ഈക്വൽ ടു എന്തായിരിക്കും വരിക, -1. എനിക്ക് ഐഡൻറ്റിറ്റി പ്രോപ്പർട്ടി ഈക്വൽ ടു എനിക്ക് ഐഡൻറ്റിറ്റി എലമെൻറ്റ് 1 വരണം, അതെനിക്കിവിടെ വരുന്നില്ല. അപ്പോൾ ഇതെനിക്ക് കൊടുക്കാൻ പറ്റില്ല, കാരണം ബിക്ക് 1 കൊടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ ബിയും എന്തായിരിക്കണം, എനിക്ക് -1 തന്നെ ആയിരിക്കണം. അപ്പോൾ -1 ഇൻറ്റു -1 ഈക്വൽ ടു -1 ഇൻറ്റു -1 ഈക്വൽ ടു 1. Therefore -1 is the inverse of -1. Hence inverse property is true. Therefore h comma dot is a subgroup of g comma dot. ആണല്ലോ, h comma dot is also a group of g is a group. നമുക്ക് പറയാം h comma dot is a group. Now given that h is a subset of g, നമുക്കിവിടെ തന്നിരിക്കുന്നത് h is a subset of g. അപ്പോൾ by definition, നമ്മുടെ ഡെഫിനേഷൻ, ഞാൻ ആ ഡെഫിനേഷൻ ഒന്നുകൂടി കാണിക്കാം. ആ ഡെഫിനേഷൻ എന്താണ് കൊടുത്തിരിക്കുന്നത്, see here, let g comma star be a group and h is a subset of g, then if h itself is a group then h is called a subgroup. g ഒരു ഗ്രൂപ്പാണ്, h ഒരു സബ്സെറ്റ് ആണ്. h comma star എന്ന് പറയുന്നത് itself ഒരു ഗ്രൂപ്പ് ആവണമെങ്കിൽ h ഒരു ഗ്രൂപ്പ് ആയാൽ അത് ഒരു സബ് ഗ്രൂപ്പ് ആണ് എന്ന് നമുക്ക് പറയാം. അപ്പം നമ്മളിപ്പോൾ എന്താ പറഞ്ഞത്, ജി ഒരു ഗ്രൂപ്പ് ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞല്ലോ. യെസ്, വി ഹാവ് പ്രൂവ്ഡ് ദാറ്റ് ജി ഈസ് എ ഗ്രൂപ്പ്. നെക്സ്റ്റ് വി ഹാവ് പ്രൂവ്ഡ് ദാറ്റ് h ഈസ് ഓൾസോ എ ഗ്രൂപ്പ്. h ഒരു സബ്സെറ്റ് ആണെന്ന് നമ്മൾ എടുത്തു. വി ഹാവ് അസ്യൂംഡ് ദാറ്റ് h ഈസ് എ സബ്സെറ്റ്, ദെൻ വി ഹാവ് അസ്യൂംഡ് ദാറ്റ് h ഈസ് എ ഗ്രൂപ്പ്. നമ്മൾ ഇതെല്ലാം പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. അതായത് ഫസ്റ്റ് നമ്മൾ പ്രൂവ് ചെയ്തത് ജി ഈസ് എ ഗ്രൂപ്പ്, ഇതാണ് നമ്മൾ പ്രൂവ് ചെയ്തത്. ഇനി രണ്ടാമത്തെ കണ്ടീഷൻ h ഇസ് എ സബ്സെറ്റ് ഓഫ് g എന്ന് എടുത്തു. അടുത്തത് h കോമ ഡോട്ടും ഒരു ഗ്രൂപ്പാണെന്ന് നമ്മൾ പറഞ്ഞു. h കോമ ഡോട്ട് ഇസ് എ ഗ്രൂപ്പ്, ഇതും നമ്മൾ ചെയ്തു കഴിഞ്ഞു. അപ്പോൾ ഇത്രയും നമ്മൾ ചെയ്തു കഴിഞ്ഞപ്പോൾ നമുക്ക് വരുന്നത് എന്താണ്, അങ്ങനെയാണെങ്കിൽ ഇത്രയും കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുവാണെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് h കോമ ഡോട്ട് is a subgroup of G, is a subgroup of G. This is the condition we have proved here. So I think this is complete, this question is complete. So first of all, it is asked to prove that G is a group, then H is a group, also given H is a subset. Then if all these three conditions are satisfied, then we say that H comma dot is a subgroup of G. Hope you could have understood this. If you have any doubts, please comment in the comment section. Thank you.